ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ചുരുളഴിയുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് സ്വർണ്ണ വ്യാപാരി മൊഴി നൽകി. തനിക്ക് സ്വർണം കൈമാറിയെന്നും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. അതേസമയം സ്വർണ്ണക്കൊള്ള മൂലം ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്. അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിലിരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട്. എത്ര സ്വർണം, അതായത് എത്ര പവൻ സ്വർണം അല്ലെങ്കിൽ തൂക്കം, അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ ഗോവർദ്ധൻ നൽകിയ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ടോം, ഈ കാര്യത്തിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട്, അതായത് അന്വേഷണ സംഘം നേരിട്ട വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിന്നും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം പല സംസ്ഥാനത്തിലേക്ക് അടക്കം ഈ സ്വർണം കൊണ്ടുപോയി പലർക്ക് ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകി എന്ന തരത്തിലൊക്കെയുള്ള മൊഴികളിലെ സൂചനകൾ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ളതൊക്കെ മൊഴി നൽകി എന്നൊരു സൂചനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു വലിയൊരു വെല്ലുവിളി. കാരണം മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്വർണം തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അന്വേഷണ സംഘത്തിനും മറ്റും ഉണ്ടാകുന്ന വലിയൊരു വെല്ലുവിളിയായാണ്. അതിലാണ് ഇപ്പോൾ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്വർണം കണ്ടെത്തി എന്ന തരത്തിലുള്ള, അതായത് ഈ ഒരു സ്വർണം ഗോവർദ്ധൻ എന്ന ആള്, അതായത് സ്വർണ്ണ വ്യാപാരി വിറ്റു എന്ന തരത്തിലുള്ള ഈ ഒരു വിവരം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് 476 ഗ്രാം ഇത്തരത്തിൽ ഇങ്ങനെ വിറ്റു എന്നാണ് പറയുന്നത്. അതായത് വലിയൊരു സ്വർണ്ണമാണ് അവിടെ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ഒരു സ്വർണം തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതായത് ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതായിരുന്നു വലിയൊരു വെല്ലുവിളി. അതിൽ ഒരു വലിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ എത്തി ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഈ കടക്കാൻ പോകുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലാണ് ഈ ഒരു വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ കൊടുക്കുകയാണ് ചെയ്തത്, താൻ ഇതിൽ ഒരു പങ്കാളിയല്ല എന്ന തരത്തിലൊക്കെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അടക്കം മൊഴി നൽകിയിരുന്നു. അതിനുശേഷം വന്ന ചോദ്യം ചെയ്യലും റിമാൻഡിൽ തുടരുന്നതിനിടയിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണോ, അതായത് ഈ ബെല്ലാരിയിലേക്ക് മാത്രമാണോ സ്വർണം പോയത്, അവിടെ നിന്നാണോ കൈമാറി മറ്റു പലരിലേക്കും എത്തിയത് എന്ന കാര്യത്തിലേക്ക് വ്യക്തത കുറവുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് മാത്രമാണോ ഈ ഒരു തട്ടിപ്പ് നടന്നത്, അതായത് ഇത്ര ധൈര്യത്തിൽ, അതായത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളയിലും സ്വർണം ഇത്തരത്തിൽ ക്രമക്കേടിലൂടെ സ്വന്തമാക്കാനുള്ള ധൈര്യം ഈ പ്രതികൾക്കും ഉദ്യോഗസ്ഥർക്കും കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടുതലുള്ള, അതായത് ഇതിലധികം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചന ഇവർ പറയുന്നുണ്ട്. അതായത് അന്വേഷണ സംഘത്തിന്റെ പരിധിയിലടക്കം ഈ ഒരു കാര്യം പരിഗണനയിലുണ്ട്. കാരണം 2019 നടക്കുന്നു എന്ന് പറയുമ്പോഴും 1999 മുതൽ 2019 വരെയുള്ള ഈ കാലയളവിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ വലിയൊരു വഴിത്തിരിവ്, അതായത് ഒരു വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സ്വർണം ഇന്നേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ബാംഗ്ലൂരിലുള്ള കൃപേഷ് അടക്കമുള്ള ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സ്പോൺസറുടെ തലത്തിൽ നിന്നും പുറമെയുള്ള വ്യക്തിയിലേക്ക്, അതായത് ഈ സ്വർണം പുറത്തെത്തി അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന തരത്തിൽ
തലത്തിലേക്ക് അത് എങ്ങനെ ഏതൊക്കെ വഴിക്ക് പോയി എന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ കൂടുതൽ തെളിവുകൾ വരേണ്ടത് ചുരുങ്ങിയ സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 6 ആഴ്ചയാണ് ഹൈക്കോടതി മുഴുവനായി നൽകിയത്. അതിൽ ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്വർണം കണ്ടെത്തുക, ഒപ്പം ഇത് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു, എന്തൊക്കെ ഇതിനു മുൻപ് എന്തൊക്കെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് രാവിലെ PS പ്രശാന്ത് പ്രതികരിച്ചതിൽ തന്നെ 1999 മുതലുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ രേഖകളും ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു. അതിലടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 ശേഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല, മുഴുവൻ 99 മുതലുള്ള എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരുന്നു. ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്നു. മാത്രമല്ല 2019 നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് തുടങ്ങിയ രീതിയിൽ ഉള്ള ന്യായീകരണങ്ങളാണ് PS പ്രശാന്ത് നടത്തിയത്. പക്ഷേ ഇതും ഇടത് സർക്കാരിൻ്റെ കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കഴിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അവിടെ വലിയൊരു അവരുടെ മേൽ പഴിചാരി അവിടെ നിന്ന് രക്ഷപ്പെടാനായി ദേവസ്വം ബോർഡിന് കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല ടോം. കാരണം ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും കർശന നിരീക്ഷണമുള്ള ഓരോ മണ്ഡലകാലത്തും നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഓഡിറ്റിംഗും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തിൽ അതും മറ്റ് മാറി നിൽക്കുന്ന ഒരു സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ഒരു മുതലും അല്ല നഷ്ടപ്പെട്ടത്. ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഒരു മുതൽ നഷ്ടപ്പെടുമ്പോൾ അതിൽ ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇത് മഹസറിൽ മാറ്റി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ മുരാരി ബാബു മുതൽ ഇവിടെ നിന്ന് ഈ സ്വർണം ഈ ഒരു സ്മാർട്ട് ക്രിയേഷൻ വരെ എത്തിയതിലും അവിടെ നിന്ന് ഇത് സ്വർണം പല വഴിക്ക് വീതം വെച്ച് പോയതിലടക്കം ഈ ഒരു ദേവസ്വം ബോർഡിനും ആ സമയത്തുള്ള ദേവസ്വം മന്ത്രിക്കടക്കമുള്ള കാര്യങ്ങൾ അറിയാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടക്കം വിലയിരുത്തൽ. കാരണം ഇതൊരു സ്പോൺസർക്കും ഒരു ഉദ്യോഗസ്ഥനും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ജോലിയല്ല. കാരണം ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അതിൽ കള്ളത്തരം കാണിക്കുക മാത്രമല്ല 2019 കാണിച്ചു. ഇപ്പോൾ 6 വർഷത്തോളം ആകുന്നു. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതും ഒരു ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി അത് ഉദ്യോഗസ്ഥരുടെ ഒരു തെറ്റാണെന്ന് കാട്ടി കൈ കഴുകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നൽകുന്നത്. മാത്രമല്ല ടോം സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഇപ്പോൾ ഭരിക്കുന്നതും ഇടത് സർക്കാർ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഉദ്യോഗസ്ഥ തലത്തിലും മാത്രമല്ല ഈ ഒരു ദേവസ്വം ബോർഡിലടക്കം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അന്നത്തെ ദേവസ്വം മന്ത്രിയും ഈ ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു ചോദ്യം മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എവിടെ വരെ ഈ അന്വേഷണം ചെന്ന് എത്തും എന്നൊരു കാര്യത്തിലാണ് വളരെ വലിയൊരു ചോദ്യം നിലനിൽക്കുന്നത്. കാരണം ഇവരൊന്നും ഉന്നതരെ അറിയാണ്ട് ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്ന് തീർച്ചയാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൽ ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? അല്ല, ഈ ഒരു ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിലേക്കും അത് എവിടെ നിന്നാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നതിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കണം. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ബംഗളൂരുവിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇനി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ചെറിയൊരു കാലപരിധി മാത്രമാണുള്ളത്, സമയപരിധി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അതിനിർണായകമാണ്. കൂടുതൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ നിലവിൽ 2 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമോ? എന്തായിരിക്കും അടുത്ത നടപടി? തീർച്ചയായും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ആണ് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണ സംഘം കടന്നത്. ഇതേ മുരാരി ബാബു തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിലും ആരോപണ വിധേയനായിരുന്നു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇതേ സമയത്ത് ഇതേ ആരോപണ വിധേയരായ 2 പേരടക്കം ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരുന്നു. അവരിപ്പോൾ ദേവസ്വം ബോർഡിന്റെ സർവീസിലില്ല. അവരെ അടക്കം ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അവർ വഴിയായിരിക്കും ഈ ദേവസ്വം ബോർഡിലെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഏതൊക്കെ ഉന്നതരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്തുനിന്നാണ് കൃത്യമായ
സഹായവും നിർദ്ദേശവും ലഭിച്ചിട്ടുള്ളത് എന്ന കണ്ടെത്തലിലേക്ക് പോകാനായിരിക്കും അന്വേഷണ സംഘം അടുത്ത ചുവടുവയ്പ് വയ്ക്കുക. കാരണം ഇതിൽ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥരല്ല എന്ന കാര്യം വ്യക്തമാണ്. ഇവർ ഇതിനിടയിൽ മറ്റ് ഒരു കാര്യം പറയേണ്ടത്, മുരാരി ബാബു അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 2019 ചെമ്പായിരുന്നു എന്ന് തന്നെയാണ്. അതും പിന്നീട് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനടക്കം പറ്റും. അതായത് ഈ മാധ്യമങ്ങളുടെ മുൻപിലടക്കം വന്ന് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ, അതായത് തെറ്റായ വിവരങ്ങൾ നൽകുവാനുള്ള ധൈര്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരാനും ചോദ്യം ചെയ്യാനടക്കമുള്ള കാര്യങ്ങളിലേക്കും പിന്നീട് അറസ്റ്റിലേക്കും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം മുരാരി ബാബുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ച കാര്യം വലിയൊരു അതായത് വിശ്വാസജനത്തിനെ വഞ്ചിച്ചു. മാത്രമല്ല ശബരിമലയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി, ഇത്തരത്തിൽ കളവിന് കൂട്ടുനിന്നു. ഇത് സമൂഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ പടർത്തും. ഇതിന് ജാമ്യം നൽകിയാൽ അടക്കം അത്തരത്തിലുള്ളൊരു റിമാൻഡ് റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുണ്ടായത്. ഈ ഒരു നേരിട്ട് പങ്കുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇതിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥർ ഏത് തലം വരെ, പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ തലത്തിലടക്കമുള്ള ഏതൊക്കെ ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് ഉള്ള സൂചനകൾ എന്തൊക്കെയാണ് എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. മാത്രമല്ല ഇതിൽ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. ഒരു തരത്തിലും ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതിയിലുണ്ട്. അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നതും. ഇതിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘം കൂടുതൽ ഊർജിതമായി അടുത്ത അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റുവെന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് മൊഴി നൽകിയിരിക്കുന്നത്.